നമസ്തേ. ഇന്ന് നമ്മൾ 26/2/2025 ബുധനാഴ്ചത്തെ തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബുധനാഴ്ചത്തെ തൊഴിൽ മേഖലകളെക്കുറിച്ച് 26/2/2025 ബുധനാഴ്ച. ഈ തൊഴിൽ മേഖല സ്ഥിരം കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം. ഒരു സ്റ്റിക്കറാണെങ്കിലും കമൻറ്റ് ചെയ്യണം. എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരികയുള്ളൂ. വെറുതെ എന്നെ വിളിച്ച് ഇന്നത്തെ തൊഴിൽ മേഖല കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇത് എന്തെങ്കിലും കമൻറ്റ് ഇതിനകത്ത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ നിങ്ങളുടെ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് മെസ്സേജ് ചെയ്ത് മതി. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്നതൊന്നും ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളൊന്നുമല്ല, ഒരു പൊതുവായ ഫലമാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫലവത്തായി തീരും, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സമീപിക്കാൻ. നമുക്ക് ഇത് തൊഴിൽ മേഖലയിലേക്ക് വരാം. 26/2/2025 ബുധനാഴ്ച മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു സമയം ആണ്. മേടം രാശിക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ്. തൊഴിൽ രംഗത്തൊക്കെ കുറച്ച് ആനുകൂല്യം കിട്ടുന്ന സമയം കൂടെ ആണ്. മെഡിക്കൽ സ്റ്റോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മേടക്കൂറുകാർക്ക്, അതേപോലെ പഴക്കച്ചവടം ഒക്കെ ചെയ്യുന്നവർ, രാഷ്ട്രീയക്കാർ, ശില്പികൾ, പൂജാദ്രവ്യങ്ങൾ നൽകുന്ന സ്റ്റാർട്ടപ്പുകൾ, അതേപോലെ ചെറുകിട സ്ഥാപനങ്ങൾ നിരക്കുന്നവർ, ഡ്രൈവർമാർ, ലോട്ടറി വിൽപ്പനക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. സ്വർണ്ണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ, ആയോധന കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതേപോലെ മരം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, ചെറുകിട ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്നവർക്ക്, മനോരോഗ ചികിത്സകർക്ക്, പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതുപോലെ പശു, എരുമ, ബേക്കറി സാധനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. വഴിയോര ശീതളപാനീയ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന വഴിയോര കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ്. സാഹസിക പ്രവൃത്തികളൊക്കെ നടത്തുന്ന മേടക്കൂറുകാർക്ക് അത് അനുകൂലമാണ്. അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, കച്ചവടം, ഭൂമി സംബന്ധമായ തൊഴിൽ, പ്രതിരോധ സൈനിക മേഖലയിൽ സാങ്കേതികമായ പരിപാടി ചെയ്യുന്നവർക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക്, അതിൻ്റെ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. IT മേഖല, ആട് ഫാം ഒക്കെ അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ഡാറ്റ അനാലിസിസ്റ്റുകൾ, പൊതുവെ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, PR മേഖല, വിദ്യാഭ്യാസ മേഖല, IT സുരക്ഷ മേഖല, വാർത്താ ഏജൻസികൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖലകൾ, ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കൾ, അതിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ, ഹോസ്പിറ്റലുകൾ, സിനിമ മേഖല, ഇൻറ്റീരിയർ ഡിസൈൻ, ആരോഗ്യ മേഖല, ഹോം നഴ്സിംഗ് മേഖല ഇവർക്കൊക്കെ അനുകൂലമാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മത്സ്യ മാംസാദി കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മേടക്കൂറുകാർക്ക് പൊതുവെ നല്ല ഒരു ദിവസമായിരിക്കും 26/2/2025.
പിന്നെ നിങ്ങൾ ചില സർക്കാർ ജീവനക്കാർക്കൊക്കെ പൊതുവെ അവധിയൊക്കെയാണ് എന്ന് പറയുമെങ്കിലും അവർ സർക്കാർ ജീവനക്കാർ തന്നെയാണ്. അവർക്ക് അവരുടെ തൊഴിൽ മേഖല ശുഭകരമാണെന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കാനുള്ള പണികൾ ചിലപ്പോൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് അല്ലാണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് അങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ജീവനക്കാരും എന്ന് ഉൾപ്പെടുത്തിയത് അവധിയാണെന്ന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ആരും അങ്ങനെ കമൻറ്റ് ചെയ്യേണ്ട എന്നർത്ഥം. സർക്കാർ ജീവനക്കാർക്ക് ഒന്നും മേഖല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഇനി 26/2/2025 ബുധനാഴ്ച ഇടവം രാശിക്കാരുടെ ഫലം. ഇടവം രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന കാൽഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ദൈവാധീന കുറവുള്ള ഒരു ദിവസമായതുകൊണ്ട് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ തൊഴിൽ രംഗം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുകയും ചെയ്യും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ തൊഴിൽ രംഗം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമ്പോൾ എത്ര നല്ലതാണെങ്കിൽ പോലും അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ദൈവാധീനം കുറവുള്ളൊരു ദിവസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. അഗ്നി സംബന്ധമായി വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു മേഖലയാണ് ഇത്. അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖലകൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയ ആളുകൾക്ക് അനുകൂലമല്ല. ഇടത്തരം ബിസിനസ് നടത്തുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ബിസിനസ്സുകാർക്ക് പൊതുവെ അത്ര അനുകൂലമല്ല ഇടവക്കൂറുകാർക്ക്. എഡിറ്റിംഗ് മേഖല, അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. ആസൂത്രണം, പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ടൂറിസം മേഖല, വൻകിട ബിസിനസ് സ്ഥാപനം, ദേശീയ വിദേശീയ വാർത്തകളൊക്കെ സ്വീകരിക്കുന്നവർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, നയതന്ത്ര രാജ്യാന്തര മേഖലയിലൊക്കെ തൊഴിൽ കണ്ടെത്തിയിട്ടുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവർ, കച്ചവടക്കാർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല. ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖലയിൽ അനുകൂലമല്ല. സാങ്കേതിക മേഖല, IT മേഖല, ആട് ഫാം, സ്പോർട്സ്, ബിസിനസ് രംഗം, നിയമപാലനം, കോടതി ഇതൊന്നും അനുകൂലമല്ല. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കുകൾ അനുകൂലമല്ല. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമല്ല. എന്നാൽ മെഡിക്കൽ സ്റ്റോർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. പഴക്കച്ചവടം അതേപോലെ ഒക്കെ ഉള്ളവർക്ക് അനുകൂലം. സ്റ്റാർട്ടപ്പ്, ചെറുകിട സ്ഥാപനം, ഇവിടെയുള്ള മാനേജ്മെൻറ്റ്ക്കൊക്കെ അനുകൂലം. ശില്പികൾ, രാഷ്ട്രീയക്കാർ അവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, വസ്ത്രങ്ങൾ വിൽക്കുന്നവർക്ക്, കമ്പിളി വസ്ത്രം പോലുള്ളവയൊക്കെ വിൽക്കുന്നവർക്ക് അനുകൂലമാണ്. എക്സിക്യൂട്ടീവുകൾക്ക്, CEO-മാർക്കൊക്കെ അനുകൂലമാണ്. ഡിസൈനർ, ഫാഷൻ, ഇൻറ്റീരിയർ, ഗ്രാഫിക് ഡിസൈനർ ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, സ്ത്രീകളൊക്കെ നടത്തുന്ന പ്രത്യേക തൊഴിലുകളുണ്ടല്ലോ, ഈ ശീതളപാനീയം അങ്ങനെയുള്ള വഴിയോര കച്ചവടമൊക്കെ നടത്തുന്ന സ്ത്രീകൾക്കൊക്കെ അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസുകാർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സ നടത്തുന്ന ആരോഗ്യരംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. പെയിൻറ്റർമാർക്ക്, പെയിൻറ്റിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പശു, എരുമ മുതലായ കാര്യങ്ങളൊക്കെ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക്, ബേക്കറി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക്, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾ, PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ധനകാര്യ മേഖല, വിദ്യാഭ്യാസ മേഖല ഇതൊക്കെ അനുകൂലമാണ്. പ്രാദേശിക വാർത്താ ഏജൻസികൾക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ആഡംബര വസ്തുക്കൾ നടത്തുന്നവർ അങ്ങനെയുള്ളവർക്ക്, വിവാഹ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, മാരേജ് ബ്യൂറോ പോലുള്ള വർക്ക് ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലറുകൾ, ഹോം നേഴ്സുമാർ, ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പൊതുവെ ഉള്ളവർക്ക്,
ആഭരണ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ അനുകൂലമാണ്. എന്നാൽ ഡ്രൈവിംഗ് മേഖല, ലോട്ടറി കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല എന്നുകൂടെ മനസ്സിലാക്കണം. ഇനി മിഥുനം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കുറ്. മിഥുനക്കുറുകാർക്ക് കുറച്ചു നാളത്തേക്ക് തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ലാത്തതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മിഥുനക്കുറുകാർ അവരുടെ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ. എപ്പോഴും അവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മിഥുനക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പൂജാദ്രവ്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർ, സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർ, ചെറുകിട സ്ഥാപനം, ശില്പികൾ, രാഷ്ട്രീയക്കാർ, ഇവർക്കൊന്നും തന്നെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല. അതേപോലെ ആഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, വസ്ത്രമേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഡിസൈൻമാർ, അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ അനുകൂലമല്ലാത്ത ദിവസമാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ചെറുകിട ടെക്സ്റ്റൈൽസുകളൊക്കെ വർക്ക് ചെയ്യുന്നവർ, വസ്ത്രമേഖല ഒട്ടും അനുകൂലമല്ല, പൊതുവെ വലുതും ചെറുതുമൊക്കെ. മനോരോഗ ആരോഗ്യ പ്രവർത്തകർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണിത്. പെയിൻറ്റിങ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലുള്ളവർ, ശീതളപാനീയ വിൽപ്പനക്കാർ, അങ്ങനെയുള്ള കച്ചവടം നടത്തുന്ന എല്ലാവരും തന്നെ. അതേപോലെ ഈ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി വിൽപ്പന ചെയ്യുന്നവർ, ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സാഹസിക പ്രവർത്തികൾ ചെയ്തവർ, കച്ചവടം, ഭൂമി സംബന്ധമായ വർക്ക്, മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. IT മേഖല അനുകൂലമല്ല. നിയമപാലനം, പോലീസ്, കോടതി ഇതൊന്നും അനുകൂലമല്ല. അതുപോലെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. അങ്ങനെ പൊതുവെ മിഥുനം രാശിക്കാർക്ക് പൊതുവെ ഒരു കാര്യത്തിലും അത്ര അനുകൂലമല്ലാത്ത ദിവസമാണ്. ദേവകർമ്മങ്ങളൊന്നും ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കൗൺസിലിംഗ് മേഖലയിൽ അനുകൂലമല്ല. അഭിഭാഷക വൃത്തികൾ ചെയ്യുന്ന മിഥുനക്കൂറുകാർക്ക് അനുകൂലമല്ല. അതുപോലെ വൻകിട ബിസിനസ്സുകാർ ചെയ്യുന്നവർക്ക്, ദേശീയ വാർത്താ ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക്, വിദേശീയമായിട്ടുമുള്ള വാർത്താ ഏജൻസിക്കാർക്കൊന്നും അനുകൂലമല്ല മിഥുനക്കൂറുകാർക്ക്. അധ്യാപകർക്ക് അനുകൂലമല്ല, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മാരേജ് ബ്യൂറോക്കാർ, ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ആഡംബര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവർക്കൊന്നും അനുകൂലമല്ല. വാഹനങ്ങൾ, ആഭരണങ്ങൾ, സ്വർണ്ണ വ്യാപാരം ഉൾപ്പെടെയുള്ള എല്ലാ ആഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും മിഥുനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, മത്സ്യമാംസാദി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽ മേഖല. ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ സ്റ്റോർ പോലെ ഫാർമസിസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും അനുകൂല അല്ല. അതുപോലെ മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നവർ ഇവർക്കൊന്നും അനുകൂലമല്ല. പഴക്കച്ചവടം, പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ശില്പികൾക്ക്, രാഷ്ട്രീയക്കാർ ഒക്കെ ശ്രദ്ധിക്കണം. കർക്കിടകക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതേപോലെ സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, വസ്ത്രം, കമ്പിളി, വൃക്ഷം ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ഈ സിഒമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഗ്രാഫിക് ഡിസൈനർമാർ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടകക്കൂറുകാർ ഈ ദിവസം അത്ര അനുകൂലം അല്ല. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്ത്, പെയിൻറ്റിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, സ്ത്രീകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്.
അതേപോലെ ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ്. പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക്, ബേക്കറി നടത്തുന്നവർക്ക്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാഹസിക പ്രവൃത്തികൾക്ക് അനുകൂലമായ ഒരു ദിവസമല്ല 26-ാം തീയതി. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിലുകൾ, പൊതുവെ വലിയ കച്ചവടം നടത്തുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ഈ ശീതളപാനീയങ്ങൾ പോലെ അല്ലാണ്ട് പാത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വഴിയോരത്തൊക്കെ ഇട്ട് കച്ചവടം ചെയ്യുന്നവരില്ലേ, ഈ മൺപാത്രങ്ങൾ, അങ്ങനെയുള്ളവർക്കൊന്നും ഒട്ടും അനുകൂലമല്ല. ലോട്ടറി കച്ചവടക്കാർക്ക് അത്ര അനുകൂലമല്ല. ഡ്രൈവർമാർക്കൊന്നും കർക്കിടക രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലക്കാർക്ക് അനുകൂലമല്ല. IT മേഖലക്കാരായ കർക്കിടകക്കാർക്ക് അനുകൂലമല്ല. ഈ ആടിൻ്റെയൊക്കെ ഫാം നടത്തുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല. മാനേജിങ് മേഖല അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീൽ മുതലായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമല്ല. അതിൻ്റെ ബിസിനസ്സിലേക്കൊന്നും അനുകൂലമല്ല. നിയമപാലനം, പോലീസ് മേഖലയിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ വിദ്യാഭ്യാസ മേഖല കർക്കിടകക്കൂറുകാർക്ക് ഇന്ന് അനുകൂലമായിരിക്കും, ഈ ദിവസം അനുകൂലമായിരിക്കും. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ അവർക്ക് അനുകൂലമായിരിക്കും. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ ഇവർക്ക് അനുകൂലമായിരിക്കും. ഡേറ്റ അനാലിസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമായിരിക്കും. ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. PR മേഖല, വിദ്യാഭ്യാസ മേഖല, വാർത്താ ഏജൻസികൾക്കും അനുകൂലമായിരിക്കും. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക്, ടൂറിസം മേഖലയുള്ളവർക്ക് അനുകൂലമാണ്. അതേപോലെ അധ്യാപകർ, ഗവേഷകർ ഇവർക്ക് അനുകൂലമാണ്. വൻകിട ബിസിനസ് സ്ഥാപനം, എഡിറ്റിംഗ് മേഖല ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കൾ, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ബ്യൂട്ടി പാർലർ തുടങ്ങിയ വാഹനങ്ങൾ, ആഭരണ മേഖല ഇതൊക്കെ അനുകൂലമാണ്. എന്നാൽ സ്വർണവുമായി ബന്ധപ്പെട്ട ആഭരണ മേഖല കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യ മേഖല, ഹോസ്പിറ്റൽ മേഖലയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല അത്ര മേന്മയുള്ളതല്ല. കൺസ്ട്രക്ഷൻ മേഖല അനുകൂലമല്ല. മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ഇനി ചിങ്ങം 26/2/2025 ബുധനാഴ്ച ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ വിപണനമൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ തൊഴിലുകൾ, മാരേജ് ബ്യൂറോ പോലുള്ള നടത്തുന്നവർക്ക് അനുകൂലം. ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലം. ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വാഹനങ്ങളൊക്കെ, അതും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഈ നഴ്സുമാർക്കൊക്കെ അനുകൂലമാണ്. സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മേഖല അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. അതേപോലെ സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഈ കച്ചവടമൊക്കെ ചെയ്തില്ലേ, പാത്ര കച്ചവടങ്ങളൊക്കെ, അങ്ങനെയുള്ള കച്ചവടങ്ങൾ, വഴിയോര കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന, പൊതുവെ കച്ചവട രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ഈ ശീതളപാനീയങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾക്ക് അത്ര അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആട് ഫാം അനുകൂലമാണ്. നിയമപാലനം, പോലീസ്, കോടതി മേഖലകൾ അനുകൂലമാണ്. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർ, സ്പോർട്സ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, ഇരുമ്പ്, സ്റ്റീൽ മുതലായവയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസം ആണ്. എന്നാൽ മെഡിക്കൽ സ്റ്റോർ പോലെ നടത്തുന്നവർക്കൊന്നും ഈ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. അതേപോലെ കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല നടത്തുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. പഴക്കച്ചവടം ഒക്കെ നടത്തുന്നവർക്ക്, പെട്ടെന്ന് ഡാമേജ് ആകുന്ന വസ്തുക്കൾ വിൽപ്പന ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലെ
മാനേജർമാർ അങ്ങനെ മേഖലകളിലുള്ള ആളുകൾക്ക് അനുകൂലമല്ല. ശില്പികൾ, രാഷ്ട്രീയക്കാർ മുതലായവർക്ക് അനുകൂലമല്ല. തൊഴിലാളികളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വർണ്ണ മേഖലയൊന്നും അനുകൂലമല്ല. ആയോധന കലാരംഗം അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്ന് മാത്രം. അതേപോലെ എക്സിക്യൂട്ടീവ് മേഖലകളിൽ അത്ര അനുകൂലമല്ല. കാർഷിക മേഖല അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. മനോരോഗ ചികിത്സ, പെയിൻറ്റിംഗ് മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അനുകൂലമല്ല. സ്ത്രീകൾ, പരിസ്ഥിതി പ്രവർത്തകർ ഇവർക്കത്ര മേന്മയുള്ളതല്ല. ശീതളപാനീയ കച്ചവടക്കാർ, വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ കച്ചവടം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പശു, എരുമ മുതലായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ബേക്കറി അങ്ങനെയൊക്കെ ഉള്ളവർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർ അനുകൂലമല്ല. പത്രപ്രവർത്തകർക്ക് അനുകൂലമല്ല. ഡേറ്റ അനാലിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാർത്താ ഏജൻസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിൽ അഭിഭാഷകർ, ന്യായാധിപന്മാരൊക്കെ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇടത്തരം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ബിസിനസ് മേഖല മൊത്തം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചിങ്ങക്കൂറുകാരായിട്ടുള്ളവർക്ക് അനുകൂലമല്ല. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും അത്ര മേന്മയുള്ളതല്ല. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളൊക്കെ വളർത്തുന്നവർ ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ് കന്നിക്കൂറുകാർക്ക് എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഒരു തൊഴിൽ മേഖലയിൽ നടത്തിയെടുക്കുന്നതിനായിട്ട് കഴിയും. മെഡിക്കൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. മെഡിക്കൽ സ്റ്റോർ പോലെ നടത്തുന്നവർക്ക്, ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല അനുകൂലമാണ്. പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. സ്റ്റാർട്ടപ്പുകാർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ആയോധന കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ഡിസൈൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ശീതളപാനീയ വിൽപ്പനക്കാർ തുടങ്ങിയവർക്കൊന്നും അത്ര മേന്മയില്ല. പ്രത്യേകിച്ച് സ്ത്രീകളായവർ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ട മേഖലയാണിത്. അതേപോലെ പശു, എരുമ മുതലായ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന, അങ്ങനെയുള്ള ഫാം നടത്തുന്ന സ്ത്രീകളായിട്ടുള്ള ഫാം നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ കന്നിക്കൂറുകാർ. എന്നാൽ ഇവർക്ക് സാഹസികമായ മേഖല വർക്ക് ചെയ്യാൻ അനുകൂലമല്ല. അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കച്ചവടം നടത്തുന്നവർക്ക്, ഈ പാത്രമൊക്കെ കച്ചവടം ചെയ്യുക, അങ്ങനെ ജലസംബന്ധവുമായി ബന്ധപ്പെട്ട അല്ലാത്ത കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ കച്ചവടം, ജലവും അനുകൂലമല്ല, പൊതുവെ അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. ബിസിനസ് രംഗമൊന്നും ഇവർക്ക്, ഈ കന്നിക്കൂറുകാർക്ക് ഈ 26-ാം തീയതി മേന്മയുള്ളതല്ല. നിയമപാലനം, പോലീസ്, കോടതി ഒന്നും അനുകൂലമല്ല. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ മുതലായവർക്ക് അനുകൂലമാണ്. പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമായ ദിവസമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. IT സുരക്ഷാ മേഖല അനുകൂലമാണ്. ഈ വാർത്താ ഏജൻസികൾക്ക് പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. അതേപോലെ കൺസൾട്ടിംഗ് മേഖല, ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. അഭിഭാഷകർ, ന്യായാധിപന്മാർ മുതലായവർക്ക് അനുകൂലമാണ്. ഇടത്തരം ബിസിനസ്സുകൾ, എഡിറ്റിംഗ് മേഖല അവർക്കൊക്കെ അനുകൂലമാണ്. ആസൂത്രണം ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലം. ടൂറിസം മേഖല അനുകൂലം.
വാർത്താ ഏജൻസികൾ, അധ്യാപകർ, ഗവേഷകർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ഫാഷൻ മേഖല കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ആഡംബര വസ്തുക്കൾ അനുകൂലമല്ല. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഇൻറ്റീരിയർ ഡിസൈൻ അനുകൂലമല്ല. ഹോസ്പിറ്റൽ മേഖലകൾ അത്ര അനുകൂലമല്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖലയിലൊന്നും അത്ര അനുകൂലമല്ല. എന്നാൽ സ്വർണ്ണാഭരണ മേഖലയിൽ പൊതുവെ അനുകൂലമാണ് താനും. അതേപോലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്കൊക്കെ കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ദൈവാധീനം വളരെ കുറവുള്ള ദിവസമാണ്. തൊഴിൽ മേഖലകളിൽ ഒന്നും തന്നെ അനുകൂലമായ ഒരു സ്ഥിതിയല്ല. വിദ്യാകാര്യങ്ങൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. സാഹസികമായ പ്രവർത്തികൾക്കൊന്നും അത്ര അനുകൂലമല്ല. അതുപോലെ തൊഴിൽ മേഖല മൊത്തം തുലാം രാശിക്കാർ വളരെയധികം ദൈവാധീനം ഉണ്ടാക്കേണ്ട ഒരു ദിവസമാണ്. ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം തുലാം രാശിക്കാർ അവരുടെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങണം എന്നാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ജാതകം വളരെ അനുകൂലമാണെങ്കിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകുമെന്നല്ലാണ്ട് പൊതുവെ തൊഴിൽ മേഖല എല്ലാ മേഖലയും തുലാം രാശിക്കാർക്ക് 26-ാം തീയതി മേന്മയുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് തുലാം രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. വൃശ്ചികം രാശി. 26/2/2025 ബുധനാഴ്ച വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, എനിക്ക് നിങ്ങളെ സുഖിപ്പിക്കാൻ അറിയില്ല. നാളെ രാവിലെ നേരം വെളുത്താൽ എല്ലാവരും രാജാക്കന്മാരായി നടക്കും എന്നൊന്നും പറഞ്ഞ് പറ്റിക്കാനും പറ്റില്ല. എനിക്ക് നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്ന മേഖലകളെ എടുത്തു പറഞ്ഞ് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അത് ദോഷമുണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോസ്റ്റുകൾ ചെയ്യുന്നത്. അത് വേണ്ടിയാണ്. അതല്ലാണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഇല്ലാതിരിക്കാനല്ല. ഗുണങ്ങൾ നിങ്ങൾ സ്വാഭാവികമായി അനുഭവിക്കും. ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ദോഷങ്ങളെ മുൻകൂട്ടി അറിഞ്ഞാൽ അത് വരാതിരുന്നു കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. അങ്ങനെ പോകണമെന്ന് വിചാരിച്ചാൽ അതിന് കേൾക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് കരുതണ്ട. നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ വൃശ്ചികം രാശിക്കാരെ വളരെയധികം പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ്. എങ്കിലും വൃശ്ചിക രാശിക്കാർക്ക് വലിയ ഒരു ദോഷം തൊഴിൽ മേഖലയിൽ കാര്യമായിട്ട് വരില്ല. ഇനി നമുക്ക് ധനു. 26/6/2025 ബുധനാഴ്ചത്തെ ധനു കൂറുകാർക്ക്. ധനുക്കൂറുകാർക്ക് ദൈവാധീനം കുറയുന്നത് കൊണ്ട് തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്ക്, പഴക്കച്ചവടക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ആഭരണ കച്ചവടമൊക്കെ ഉള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. മര വ്യവസായം ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അത്ര മേന്മയല്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സകർക്ക് അനുകൂലമല്ല. പെയിൻറ്റിങ്ങുകാർക്ക് അനുകൂലമല്ല. ഡ്രൈവർമാർക്ക് അത്ര അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്, പാരിസ്ഥിതിക പ്രവർത്തകർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ ഈ ശീതളപാനീയ വിൽപ്പനയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലം അല്ല ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ സാഹസിക പ്രവർത്തികൾ, പൊതുവെ കച്ചവട മേഖല അത്ര മേഖല, IT മേഖല അനുകൂലമല്ല. ആട് ഫാം, സ്പോർട്സ് രംഗം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവയുടെ ബിസിനസ് രംഗത്തൊന്നും അത്ര മേന്മയുള്ളതല്ല. യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖല അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ചിത്രരചന, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, PR മേഖല, ധനകാര്യ മേഖല അതൊന്നും അത്ര മേന്മയുള്ളതല്ല ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപന്മാർ, ബിസിനസ്സുകാർ ഇവർക്കൊന്നും
അത്ര മേന്മയുള്ളതല്ല ധനുരാശിക്ക്. പ്രൊജക്റ്റുകളൊക്കെ സൃഷ്ടിക്കുന്നവർക്ക്, ടൂറിസം മേഖലയിലുള്ളവർക്ക്, വാർത്താ ഏജൻസികൾക്കൊന്നും മേന്മയുള്ളതല്ല. എന്നാൽ ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ വിൽപ്പന, വിവാഹ സംബന്ധമായ മേഖലകൾ വർക്ക് ചെയ്യും, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവർക്കൊക്കെ കൊള്ളാം. ബ്യൂട്ടി പാർലറുകാർക്ക് കൊള്ളാം. ഹോസ്പിറ്റലുകളൊക്കെ പൊതുവെ അനുകൂലമാണ്, അവർക്കൊക്കെ നല്ലതാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ആഭരണ മേഖല ഒക്കെ നല്ലതാണ്. എന്നാൽ സ്വർണ്ണാഭരണ മേഖല അത്ര അനുകൂലമല്ല. ഹോം നേഴ്സിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളുടെ വിൽപ്പനയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് 26/2/2025 ബുധനാഴ്ച. അതുകൊണ്ട് തന്നെ ചില മേന്മകളെല്ലാം ഉണ്ടാകും. എങ്കിലും ഫാർമസിസ്റ്റുകൾ പോലുള്ളവർക്ക് അനുകൂലമല്ല. ഈ പെട്ടെന്ന് ഡാമേജ് ആകുന്ന വസ്തുക്കൾ വിപണനം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മാനേജർമാർ, ചെറുകിട സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആയോധന രംഗത്തുള്ളവർ, സ്വർണ്ണ കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഇൻറ്റീരിയർ ഫാഷൻ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കുക. അതേപോലെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പെട്ടെന്ന് നശിച്ചു പോകുന്ന വസ്തുക്കളൊന്നും കൃഷി ചെയ്യുന്നു വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലമുള്ള ഇറച്ചി മാംസാദികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, മാംസം മത്സ്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്കൊന്നും അനുകൂലമല്ല. കാർഷിക മേഖലാ രംഗം പൊതുവെ അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് രംഗത്ത് അനുകൂലമാണ്. ചികിത്സാ രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, പാരിസ്ഥിതിക പ്രവർത്തകർക്ക് പൊതുവെ അനുകൂലമാണ്. ആരോഗ്യ മേഖലക്കാർക്ക് അനുകൂലം. വഴിയോര കച്ചവടക്കാർ, ശീതളപാനീയ കച്ചവടക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. കച്ചവടക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഈ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. അഗ്നി സാഹസ്യ പ്രവർത്തകർ ഇവർക്ക് അനുകൂലമാണ്. IT മേഖലയിലെ അനുകൂലമാണ്. പക്ഷികളെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ ഇവർക്ക് അനുകൂലമാണ്. ഗവേഷക വിദ്യാർത്ഥികൾ, ഡാറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR വർക്ക് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിലുള്ളവർ, അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. അതുപോലെ എഡിറ്റിംഗ് മേഖലയിലുള്ളവർക്ക്, ടൂറിസം മേഖലയിലുള്ളവർക്ക്, അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ്. ഫാഷൻ മേഖലയിൽ അനുകൂലമാണ്. ആഡംബര വസ്തുക്കൾ, വിവാഹാദി കാര്യങ്ങളൊക്കെ നടത്തുന്നവർ, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ ഈ മേഖലയൊക്കെ അനുകൂലം. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, സ്വർണ്ണവുമായി ബന്ധപ്പെട്ട അല്ലാത്ത ആഭരണ മേഖല, ഹോസ്പിറ്റൽ, ആരോഗ്യ മേഖല ഇതൊക്കെ അനുകൂലം. സിനിമാ മേഖല, ഹോം നേഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. പൊതുവെ ദൈവാധീനമുള്ളത് കൊണ്ട് മകരക്കൂറുകാർക്ക് പൊതുവെ മേന്മയുള്ള ദിവസമായിരിക്കും പൊതുവെ. ഇനി 26/2/2025 ബുധനാഴ്ച കുംഭം രാശിക്കാർക്ക്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. പൊതുവെ അത്ര മേന്മയൊന്നും ഇല്ല. ദൈവാധീനം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും കുംഭം രാശിക്കാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാഷൻ മേഖല പൊതുവെ അനുകൂലമായൊരു മേഖലയാണ്. ആഡംബര വസ്തുക്കളുടെ ഇതൊക്കെ നല്ലതാണ്. വിവാഹ സംബന്ധമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, മാരേജ് ബ്യൂറോ പോലുള്ളതൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകൾ, ഇൻറ്റീരിയർ ഡിസൈൻ മേഖല അനുകൂലമാണ്. വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഇതൊക്കെ അനുകൂലമാണ്. എന്നാൽ ഹോം നേഴ്സിംഗ് മേഖലയും അനുകൂലമാണ്. ഇങ്ങനെയുള്ള കുറച്ച് മേഖലകൾ ഒഴിച്ച് പൊതുവെ ബാക്കി മേഖലകളെല്ലാം തന്നെ കുംഭം രാശിക്കാർക്ക് അനുകൂലമല്ല. ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവാധീനം ഉണ്ടാക്കിയതിന് ശേഷം വേണം അവരുടെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങാൻ എന്ന് മനസ്സിലാക്കുക കുംഭം രാശിക്കാർ. ഇനി മീനം. 26/2/2025 മീനൻ രാശിക്കാർക്കും ദൈവാധീനമില്ലാത്ത ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഓരോരോ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങുക. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന മീനൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിൽ അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക്,
അനുകൂലം, പെയിൻറ്റിങ് വർക്ക് അനുകൂലം, ചിലവുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലം, പാരിസ്ഥിതിക പ്രവർത്തകർ, ആരോഗ്യ മേഖലയൊക്കെ പൊതുവെ അനുകൂലമാണ്, ശീതളപാനീയ കച്ചവടക്കാർ, അങ്ങനെയുള്ള വഴിയോര കച്ചവടക്കാർ അനുകൂലമാണ്. അതുപോലെ ബേക്കറി, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മീനക്കൂറുകാർക്ക് അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖലയിൽ മീനക്കൂറുകാർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ആഡംബര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക്, വാഹനങ്ങൾ, ആഭരണ മേഖലയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സ്വർണ്ണാഭരണ മേഖല അനുകൂലമല്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ. മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹോം നേഴ്സുമാർക്ക് ഒക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും മീനക്കാർക്കും അനുകൂലമല്ല. അതുകൊണ്ട് മീനൻ രാശിക്കാരും നന്നായി ദൈവാധീനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊതുവെ മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർ തൊഴിൽ മേഖലയിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അത് ദൈവാധീനം ഉണ്ടാക്കിയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമസ്തേ.